ദർശനത്തിനായി കണ്ണുകളെ തുറക്കുക. പ്രവാചക ശുശ്രൂഷയുടെ പ്രതലത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സന്ദേശമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. നിങ്ങളെ കർത്താവ് ഈ തലമുറയിൽ വളരെ ശക്തമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ പ്രവാചക ശുശ്രൂഷയുടെ പ്രതലമെന്ന് പറയുന്നത്, അവിടെ കർത്താവ് സംസാരിക്കുന്ന അനേകം ഉപാധികളുണ്ട്. ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാകുന്നു ദർശനങ്ങൾ, വിഷൻസ്. കർത്താവ് ദർശനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കും, സന്ദേശം കൈമാറ്റം ചെയ്യും. ആ സന്ദേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സന്ദേശമായിരിക്കും. അങ്ങനെ കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ ശബ്ദമാക്കി മാറ്റുവാൻ, കർത്താവിൻ്റെ മൗത്ത് പീസാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വിളിയുള്ളവരാകുന്നു നിങ്ങളെങ്കിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പകർച്ച സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദർശനങ്ങളെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ 15-16 വാക്യങ്ങളിൽ, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിൽ തന്നെ, നൈറ്റ് വിഷൻസ്, രാത്രി ദർശനത്തിൽ തന്നെ അവൻ അവരുടെ ചെവി തുറക്കുന്നു. കർത്താവ് അവരുടെ ചെവി തുറക്കുന്നു. രാത്രി ദർശനത്തിൽ തന്നെ കർത്താവ് അവരുടെ ചെവി തുറക്കുന്നു. എൻ്റെ സുഹൃത്താകുന്ന ഒരു ദൈവദാസൻ, വളരെ ശക്തമായി പ്രോഫറ്റിക്കലി പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്നാകുന്നു, ഉറങ്ങിക്കിടക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള ദൂതുകൾ ലഭിക്കും. ചിലപ്പോൾ ആളുകളുടെ പേരുകൾ ലഭിക്കും. ചില വ്യക്തികളുമായുള്ള ബന്ധത്തിലുള്ള രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. ഉറപ്പായിട്ടും ദൈവജനത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമാകുന്നു, കർത്താവ് എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുന്നമേ അവിടുന്ന് തൻ്റെ പ്രവാചകന്മാർക്ക് ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തിരിക്കും. ആമോസിൻ്റെ പുസ്തകത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദൈവദാസന് ഉറക്കത്തിൽ ദൂതുകൾ ലഭിക്കും, ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം മീറ്റിങ്ങുകൾക്ക് വേണ്ടി പോകുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ആ പ്രോഫറ്റിക് വിഷൻസിൻ്റെ പോർട്ടൽ തുറക്കപ്പെടണമേ. നിങ്ങൾക്കും അത് സാധ്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഫറ്റിക് വിഷൻസിൻ്റെ പോർട്ടൽ കർത്താവ് തുറന്നു തരുവാൻ വിശ്വസ്തനാകുന്നു. ഈ ദർശനങ്ങളുടെ തലം, സ്വപ്നങ്ങളുടെ തലം, രാത്രി ദർശനങ്ങളുടെ തലം, ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വാതിലുകൾ തുറന്നു കിടക്കുകയാണ്, പോർട്ടലുകൾ തുറന്നു കിടക്കുകയാണ്. പൈശാചിക സ്വപ്നങ്ങളുടെ പോർട്ടലുകൾ തുറന്നു കിടക്കുകയാണ്. അനാവശ്യമാകുന്ന തിന്മകളുടെ പോർട്ടലുകൾ തുറന്നു കിടക്കുകയാണ്. അതിനെല്ലാം അടയ്ക്കണം. മനഃപൂർവ്വമായിട്ട് യേശുക്രിസ്തുവിൻ നാമത്തിൽ അതിനെ അടയ്ക്കണം. അത് തിരിച്ചറിയണം. അത്തരത്തിലുള്ള പോർട്ടലുകൾ തുറന്നു കിടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പോർട്ടലുകളെ അടച്ചതിന് ശേഷമായിട്ട് ദൈവിക സ്വപ്നങ്ങളുടെ, ദൈവിക ദർശനങ്ങളുടെ പോർട്ടലുകളെ തുറക്കണം. അതിൽ തന്നെ പ്രവാചക ദർശനങ്ങളുടെ, പ്രോഫറ്റിക് വിഷൻസിൻ്റെ പോർട്ടലുകളെ തുറക്കണം. പ്രോഫറ്റിക് വിഷൻസിൻ്റെ പോർട്ടലുകൾ തുറക്കപ്പെടുകയാണ് എങ്കിൽ നിരന്തരമായിട്ട് പ്രോഫറ്റിക് ദർശനങ്ങൾ കാണും, പ്രവാചക ദർശനങ്ങൾ കാണും. ആ ദർശനത്തിൽ മറ്റുള്ളവർക്ക് വേണ്ട ദൂതുകൾ അടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരുടെ ആത്മീക വർധനയ്ക്ക്, അവരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന അനർത്ഥങ്ങളിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന പുരോഗതിയെക്കുറിച്ച്, അങ്ങനെയുള്ള വ്യത്യസ്തമാകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രോഫറ്റിക് ദർശനങ്ങളിലൂടെ, പ്രവാചക ദർശനങ്ങളിലൂടെ സ്വീകരിക്കുവാൻ കഴിയും. ഈ ദർശനങ്ങളിൽ തന്നെ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ദർശനങ്ങൾ എല്ലാം ഒരേപോലെയല്ലല്ലോ. ഒരു തരം ദർശനമുണ്ട്. ആ ദർശനം എന്ന് പറയുന്ന, ആ ദർശനത്തിൽ സന്ദേശം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ ആ ദർശനത്തിൽ നമുക്ക് സന്ദേശം ലഭിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ 1-ാമത്തെ വാക്യത്തിൽ
അബ്രഹാമിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ആദ്യമായിട്ട് ഒരാളെ പ്രവാചകനെന്ന് വിളിച്ചിരിക്കുന്നത് അബ്രഹാമിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് അബ്രഹാമിനെയാണ് പ്രവാചകനെന്ന് വേദപുസ്തകത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം ഇടപെട്ട അനേകം ഭാഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പോകുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ ബാലകനാകുന്ന ശമൂവേലിൻ്റെ ജീവിതത്തിലും അതൊരു ദർശനമായിട്ട് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. അവിടെയും ബാലകനാകുന്ന ശമൂവേൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്, ഒരരുളപ്പാടാണ് കേൾക്കുന്നത്. കർത്താവ് ആ ദർശനത്തിൽ ശമൂവേലിനോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വർഷങ്ങൾക്ക് മുന്നമേ അരുണാചൽ പ്രദേശിൽ ഉണർവുണ്ടായ സന്ദർഭത്തിൽ അന്ന് ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. തൻ്റെ ഭാര്യയ്ക്ക് യേശുവുമായിട്ട് അല്പമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ യേശുവിനെക്കുറിച്ച് അറിയണമെന്നുള്ളൊരാഗ്രഹം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. അങ്ങനെ ആ ആഗ്രഹമുള്ള ഒരു സന്ദർഭത്തിൽ താനൊരിക്കൽ ആശുപത്രിയിലേക്ക് പോകുവാൻ തുടങ്ങുന്ന ആ സമയത്ത് തൻ്റെ ഭാര്യ പറഞ്ഞു, ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ആ ഭാര്യ അറിയാവുന്ന നിലയിൽ നിന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇതേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്കൊരാഗ്രഹമുണ്ടായി. താനും പ്രാർത്ഥിച്ചു, യേശുവേ, ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന് പ്രാർത്ഥിക്കുകയും യേശുവേ, ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത ആ നിമിഷത്തിൽ തന്നെ താനെ ഫ്രീസായിപ്പോയി, ശരീരം അനക്കുവാൻ കഴിയാത്ത നിലയിലായിപ്പോയി. പെട്ടെന്ന് ആ മുറിയിൽ ഒരരുളപ്പാടുണ്ടാകുകയാണ്. ഒരാൾ തന്നോട് സംസാരിക്കുന്നു. ദർശനതുല്യമാകുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷെങ്കിൽ താൻ എന്തുമാത്രമേ കേൾക്കുന്നുള്ളൂ? ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി മറ്റൊരു തരത്തിലുള്ള ദർശനം എന്ന് പറയുന്നത്, നിങ്ങൾ ദർശനത്തിലൊരു ചിത്രം മാത്രം കാണുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവിനുണ്ടായി. യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം ജാഗ്രത് വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യിരെമ്യാവ് എന്താണ് കാണുന്നത്? ഒരു ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണുകയാണ്. ഒരു പിക്ചർ മാത്രം കാണുകയാണ്, ഒരു ചിത്രം മാത്രം കാണുന്നു. ആ ദർശനത്തിൽ ഒരു ചിത്രം മാത്രം കാണുന്നു. അത് ചലിക്കാത്ത ചിത്രമാണ്, ഒരു ചിത്രം മാത്രം കാണുന്നു. അത്തരത്തിലുള്ള ദർശനങ്ങളെ കർത്താവിന് നൽകി തരുവാൻ കഴിയും. വീണ്ടും യഹോവയാകുന്ന കർത്താവ് യിരെമ്യാവിനോട് സംസാരിക്കുന്നുണ്ട്. 12-ാം വാക്യത്തിൽ യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി. നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്കു നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെയും യിരെമ്യാവ് തിളയ്ക്കുന്ന ഒരു കലം കാണുകയാണ്, ഒരു ചിത്രം കാണുകയാണ്. ദർശനത്തിൽ ഒരു ചിത്രം കാണുന്നു. ആമോസിൻ്റെ ജീവിതത്തിലും അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്തെന്നാൽ പുല്ല് 2ാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിൻ്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച 2ാമത്തെ പുല്ലായിരുന്നു. സോ കാണിച്ചു തന്നതെന്തെന്നാൽ, ആ ഭാഗത്ത് കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ചിത്രം പോലെ കാണിച്ചു കൊടുക്കുകയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ചിത്രം പോലെയായിരിക്കും. കർത്താവിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസൻ അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ചിത്രങ്ങൾ പോലെ കാണും. ആ ചിത്രങ്ങൾ കാണുമ്പോൾ പിന്നെ സംശയിക്കില്ല, ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളോട് ദൂതുകൾ പറയും. ആ കാണുന്ന ചിത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തനിക്ക് കൊടുക്കുന്ന ആ ചിത്രത്തിൽ നിന്ന് ആ ദൈവദാസന് ബോധ്യങ്ങൾ ലഭിക്കും. ഇപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യനോട് എന്ത് പറയണമെന്നുള്ള ബോധ്യങ്ങൾ ലഭിക്കും. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അത്ഭുതകരം, ആ വ്യക്തി മറുപടി പറയും.
കൃത്യമായിട്ട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദാസൻ എന്നോട് പറയുന്നത്. ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവം കാണിച്ചു കൊടുക്കുന്നൊരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ദൂതുകൾ പങ്കുവയ്ക്കുവാൻ കഴിയും. ഇനി മറ്റൊരു തരം ദർശനമാകുന്നു, ദർശനത്തിൽ നിങ്ങൾ ചലച്ചിത്രം കാണുന്നത് പോലെ കാര്യങ്ങൾ കാണുന്നു, ഒരു മോഷൻ പിക്ചർ കാണുന്നത് പോലെ. അതിനകത്ത് നമ്മൾ ഇന്ന് കാണുന്ന സിനിമ പോലെ, ആ സിനിമയിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ ഒരു ചലച്ചിത്രം പോലെ കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന നിലയിൽ കർത്താവിന് ദർശനങ്ങളെ നൽകി തരുവാൻ കഴിയും. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ യെഹെസ്കേലിനുണ്ടാകുന്ന ആ ദിവ്യദർശനങ്ങൾ മുഴുവൻ ഒരു ചലച്ചിത്രം പോലെ ഒരുപാട് കാര്യങ്ങൾ ആ 1-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദിവ്യദർശനങ്ങളെ, കബാർ നദിയുടെ തീരത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ യെഹെസ്കേൽ ദിവ്യദർശനങ്ങളെ കാണുകയാണ്. ആ ദിവ്യദർശനങ്ങൾ എന്തായിരുന്നു? ഒരു ചലച്ചിത്രം പോലെ താൻ കാണുകയാണ്, ഒരു മോഷൻ പിക്ചർ പോലെ താൻ കാണുകയാണ്. അവിടെ കെരൂബുകളെ കാണുന്നുണ്ട്, പല കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ 1-ാമത്തെ അധ്യായത്തിൽ നീണ്ട വിവരണങ്ങൾ കാണുവാൻ കഴിയുന്നു. അതെല്ലാം ചലിക്കുന്ന ചിത്രങ്ങളായിരുന്നു. ആ ചലിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ദൂതുകൾ ലഭിക്കും. അത്തരത്തിലുള്ള ദർശനങ്ങൾ സാധാരണ രാത്രി ദർശനമാകട്ടെ, അതല്ല നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കാണുന്ന ദർശനങ്ങളാകട്ടെ, അത്തരത്തിലുള്ള അനേകം ദർശനങ്ങൾ നിങ്ങൾക്ക് പൊടുന്നനവേ ലഭിക്കുവാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുവാൻ വന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ കൊച്ചു പൈതലാണ്, 11 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് ചലച്ചിത്രം കാണുന്നത് പോലൊരു കാര്യം എന്നെക്കുറിച്ച് കാണുകയാണ്. ചില സ്ഥലത്ത് ഞാൻ ആയിരിക്കുന്നതും അവിടെ വെച്ച് എനിക്കുണ്ടാകുന്ന ഒരു തടസ്സത്തെക്കുറിച്ചുമൊക്കെ താനൊരു ചലച്ചിത്രം പോലെ കാണുകയാണ്. അതിനകത്ത് ചില വ്യക്തികളെ താൻ കാണുന്നുണ്ട്. ആ കുഞ്ഞ് കാണുകയാണ്, 11 വയസ്സുള്ള ആ കുഞ്ഞ് കാണുകയാണ്. അപ്പോൾ അവൻ എന്നോട് ധൈര്യമായിട്ട് സാധാരണഗതിയിൽ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ അവൻ എന്നോടത് പറയുകയാണ്. ഞാൻ ചോദിച്ചു, ഇത് കണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശദീകരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയാണ്, ഒരു ചലച്ചിത്രം കാണുന്നത് പോലെയാണ് അവൻ ആ ദർശനം കാണുന്നത്. സാധാരണ എല്ലാവരും അത്തരത്തിലുള്ള ദർശനങ്ങൾ കാണുന്നവർ അത്തരത്തിലുള്ള ദർശനങ്ങളാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ കാണുവാൻ സാധ്യതയുള്ളത്. അപ്പോസ്തലപ്രവൃത്തിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അവിടെയും ഇതിന് സമാനമാകുന്ന ചില കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ അനുഭവം തന്നെ എടുക്കുകയാണെങ്കിൽ, കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് ഒരു ദൂതൻ നടന്നു വരുന്നത് കാണുകയാണല്ലോ. ആ ദർശനത്തിൽ ദൂതൻ നടന്നു വരുന്നത് കാണുകയാണ്. ആ ദർശനം തുറന്ന കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു ദർശനമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങളുടെ തുറന്ന കണ്ണുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ദൂതുകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കാഴ്ചകൾ കാണുവാൻ കഴിയുന്ന ഒരു പ്രതലത്തിലേക്ക് കയറിപ്പോകുവാൻ വേണ്ടി ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത്തരത്തിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ കണ്ണുകൾ കാണുവാൻ തക്കവണ്ണം, ആത്മതലം കാണുവാൻ തക്കവണ്ണം, റിലം ഓഫ് ദ സ്പിരിറ്റ്, ആത്മപ്രതലം കാണുവാൻ തക്കവണ്ണം, നമ്മുടെ ഈ പ്രകൃതിയുടെ പ്രതലത്തിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു ആത്മപ്രതലമുണ്ട്, ഒരു റിലം ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്. ആ ആത്മപ്രതലം കാണുവാൻ കഴിയുന്ന നിലവാരത്തിൽ നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ഈ നിമിഷത്തിൽ തന്നെ തുറക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നവരിൽ ഇപ്പോൾ തന്നെ ആ അത്ഭുതം സംഭവിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പത്രോസിനുണ്ടായ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസ് വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കും അവന് ഒരു വിവശത വന്നു. അതൊരു ട്രാൻസിലുള്ള ദർശനമാകുന്നു. ആ ട്രാൻസിലുള്ള ദർശനം ഒരു ചലച്ചിത്രം പോലെയാണ് പത്രോസ് കാണുന്നത്. 11-ാം വാക്യത്തിൽ, ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അത് കാണുകയാണ്. ആ മൂവ്മെൻറ്റ്സ് എല്ലാം, ആ ചലനങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് അത് ഇറങ്ങി വരുന്നത്, അതെല്ലാം കാണുവാൻ തക്കവണ്ണം ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ പത്രോസ് അത് കാണുകയാണ്. നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ കർത്താവിന് ഇന്ന് ദർശനത്തിൽ നിങ്ങളെ കാണിക്കുവാൻ കഴിയില്ലേ? ഉറപ്പായിട്ടും കാണിക്കുവാൻ കഴിയും. എനിക്ക് വളരെ പരിചിതനാകുന്ന ഒരു ദൈവദാസന് താൻ
ഒരു ഇൻ്റർവ്യൂവിന്, ഒരു വിസ ഇൻ്റർവ്യൂവിന് പോകുവാൻ വേണ്ടി തയ്യാറാകുകയായിരുന്നു. ആ തയ്യാറാകുന്നതിന് ചില ദിവസങ്ങൾക്ക് മുന്നമേ താൻ ഒരു രാത്രി ദർശനത്തിൽ ഇങ്ങനെ കാണുകയുണ്ടായി. താൻ ആ ഇൻ്റർവ്യൂവിന് അവിടെ നിൽക്കുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയെ താൻ കണ്ടു. ഒരു സ്ത്രീ, ഒരു വൈറ്റ് ലേഡിയാണ്. ആ വ്യക്തിയുടെ മുഖമോ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. ആ വ്യക്തിയെ താൻ കാണുകയുണ്ടായി. അവർ ചോദിക്കുന്ന ചോദ്യം അവസാനമായിട്ട് അവർ ഈ ദൈവദാസനും തൻ്റെ വൈഫിനും വിസ ഗ്രാൻഡ് ചെയ്യുന്നത് താൻ ആ രാത്രി ദർശനത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ പോകുന്നതിന് മുന്നമേ തനിക്ക് നല്ലൊരു ഉറപ്പ് ലഭിച്ചു. ഇത് കർത്താവ് തന്നോട് സംസാരിച്ചതാണ്. ഈ ഒരു ഉദ്യമത്തിൽ വിജയം ലഭിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് അദ്ദേഹം ആ കോൺസുലേറ്റിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അതിലും വലിയ അത്ഭുതം, തനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയമായപ്പോൾ താൻ പോകുന്ന ആ വിൻഡോയുടെ അരികിൽ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് സ്വപ്നത്തിൽ കണ്ട, രാത്രി ദർശനത്തിൽ കണ്ട അതേ സഹോദരി അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വൈറ്റ് ലേഡി അവിടെ ഇരിക്കുകയാണ്. അവരാണ് ആ ദൈവദാസനും തൻ്റെ വൈഫിനും വിസ ഗ്രാൻഡ് ചെയ്തു കൊടുത്തത്. ഈ നിലയിൽ കർത്താവിന് നിങ്ങൾക്ക് ദർശനങ്ങൾ നൽകി തരുവാൻ കഴിയും. ദർശനത്തിലൂടെ കർത്താവിന് സംസാരിക്കുവാൻ കഴിയും, മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയും. വേറൊരു വ്യക്തിക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ദൂത് ലഭിക്കും. ദർശനത്തിൽ ചലച്ചിത്രം കാണുന്നത് പോലെ നിങ്ങൾ ദർശനത്തിൽ ആ സംഭവങ്ങൾ, ആ വ്യക്തിക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണും. അത് പങ്കുവെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരും. നിങ്ങൾ പൊതു ശുശ്രൂഷയിലുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നമേ തന്നെ ആ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ ദർശനത്തിൽ ചലച്ചിത്രം കാണുന്നത് പോലെ കാണുവാൻ കഴിയുന്ന ഒരു പ്രതലമുണ്ട്. അതിലേക്ക് കയറിപ്പോകുവാൻ ആഗ്രഹിക്കുന്നവർ വിശ്വസിക്കുക. ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഇനി മറ്റൊരു ദർശനത്തിൻ്റെ പ്രതലമാകുന്നു, നിങ്ങൾക്ക് ദർശനത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും, യാത്ര ചെയ്യുവാൻ കഴിയും. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾ ഒരു ദർശനത്തിൻ്റെ പ്രതലത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു ഭവനത്തിൽ അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആ ഭവനത്തിൻ്റെ അരികിൽ എത്തിച്ചേരുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് ദർശനത്തിൽ ട്രാൻസ്പോർട്ടഡ് ആകുവാൻ കഴിയും. ദർശനത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. യെഹെസ്കേലിന് അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭത്തിൽ യെഹെസ്കേലിന് ഇതേപോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്, ദർശനത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. 11-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ആത്മാവ് എന്നെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദയ ദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇദ്ദേഹം മറ്റൊരു സ്ഥലത്താണ്. അവിടെ വന്ന് ദർശനത്തിൽ ദൈവാത്മാവ് ഇദ്ദേഹത്തെ എടുത്ത് കൽദയ ദേശത്ത്, പ്രവാചകനെ എടുത്ത് കൽദയ ദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഷീബയ്ക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി. അന്ന് ഇവിടെ ഇന്ത്യയിലെ പല ഓർഫനേജുകളും അടച്ചുപൂട്ടുന്ന സന്ദർഭമായിരുന്നു. ദർശനത്തിൽ പെട്ടെന്ന് ആത്മാവിൽ ട്രാൻസ്പോർട്ടഡായി ചെന്ന് ഓർഫനേജുകളിലെ കുഞ്ഞുങ്ങളെ കാണുകയാണ്. അവർ വളരെ വിഷാദിച്ചിരിക്കുന്നു. എന്തായിത്തീരും, ഞങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്നുള്ള ദുഃഖത്തിൽ അവരായിരിക്കുന്നത്. ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള ഓർഫനേജുകളിലേക്ക് ട്രാൻസ്പോർട്ടഡായി, സ്പിരിറ്റിൽ ട്രാൻസ്പോർട്ടഡായി. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്നത്, ആ യാത്രയുണ്ടാകുന്നു, ആത്മാവിൽ യാത്രയുണ്ടാകുന്നു. യാത്രയുണ്ടാകി അതിൻ്റെ പരിണിതഫലമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ വേദന സ്വീകരിക്കുവാൻ കഴിഞ്ഞു. അവരനുഭവിക്കുന്ന, അന്ന് ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ ഓർഫനേജുകളും, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് നടത്തുന്ന ഓർഫനേജുകളും അടച്ചുപൂട്ടുകയായിരുന്നു. ആ കുട്ടികൾ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വിഷമസന്ധി, അവരനുഭവിക്കുന്ന ആ സംഘർഷം, ആ സങ്കടം ആത്മതലത്തിൽ യാത്ര ചെയ്തു പോയി കണ്ട് അതിൽ നിന്ന് അവരുടെ സങ്കടം, അതിൻ്റെ വേദന പ്രാർത്ഥനയിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം സാധ്യമായി. അത് മുഖാന്തരമായിട്ട് ശക്തമായിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ നൊമ്പരം അറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആ ട്രാൻസ്പോർട്ടേഷൻ, ദർശനത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സഹായകരമായി തീർന്നു.
ഒരുപക്ഷെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദർശനത്തിൽ യാത്ര ചെയ്യുവാൻ കഴിയും. ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും. മറ്റൊന്നാണ്, ദർശനത്തിൽ ചിലപ്പോൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. സ്വർഗത്തിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന അനുഭവം പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ അനുഭവം നമുക്ക് 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ അനുഭവം നമുക്ക് പത്മോസ് ദ്വീപിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഇവിടെ കയറി വരിക. ആ സമയത്ത് ഒരു ട്രാൻസ്പോർട്ടേഷനല്ലേ ഉണ്ടാകുന്നത്. സ്വർഗത്തിലേക്ക് കയറിപ്പോയി കാണുവാൻ, വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ട്രാൻസ്പോർട്ടഡ് ആകുന്ന അനുഭവം. ഈ സമയങ്ങളിലും അനേകം ദൈവദാസന്മാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനിൽ, ആ യാത്രയിൽ അവർക്ക് ചിലപ്പോൾ ദൂതുകൾ ലഭിക്കുന്നു, ചിലപ്പോൾ മനോഹരമാകുന്ന പാട്ടുകൾ ലഭിക്കുന്നു. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. സ്വർഗത്തിലേക്ക്, ദർശനത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. ഇനിയും വേറൊരു തരത്തിലുള്ള ദർശനമാണ് ആത്മവിവശതയിൽ കാണുന്ന ദർശനം. അതിൻ്റെ നല്ല ഉദാഹരണം ഞാൻ അല്പം മുൻപ് പറയുകയുണ്ടായും. പത്രോസിനുണ്ടായ അനുഭവം, അദ്ദേഹം ഒരു ട്രാൻസിലാണ്, ഒരു ആത്മവിവശതയിലാണ് തനിക്കൊരു ദർശനം ഉണ്ടാകുന്നത്. ആത്മവിവശതയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ദർശനങ്ങൾ കാണുവാൻ സാധ്യതയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലും ഒരു ചെറിയ ഉദാഹരണം കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 5-ാം വാക്യത്തിൽ, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു എന്ന് പത്രോസ് അവിടെ പറയുന്നുണ്ട്. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ഒരു ട്രാൻസിലേക്ക് പോകുന്നു. ആ ട്രാൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ദർശനം കാണുവാൻ കഴിയും. ഈ ദർശനങ്ങളൊക്കെ വളരെ ചരിത്രം സൃഷ്ടിച്ച ദർശനങ്ങളാകുന്നു. പത്രോസ് കണ്ട ദർശനം മുഖാന്തരമായിട്ട് സഭയുടെ ഭാവിയുമായുള്ള ബന്ധത്തിൽ, സഭയുടെ മുന്നോട്ടുള്ള ആ യാത്രയുമായുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ദർശനമായിരുന്നില്ലേ? ജാതികൾക്ക് ദൈവസഭയിലേക്ക് പ്രവേശനം ലഭിക്കുവാൻ കാരണമാകുന്ന ദൂതുകൾ അതിനകത്ത് അടങ്ങിയിരുന്നു. വ്യക്തികൾക്ക് കൊടുക്കുന്ന ദൂതുകൾ മാത്രമല്ല ദർശനത്തിൽ കർത്താവ് നമുക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത്. രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ദൂതുകൾ, രാജ്യത്തിൻ്റെ നേതാക്കന്മാർക്ക് കൊടുക്കുന്ന ദൂതുകൾ, നമ്മുടെ ആത്മപ്രതലത്തിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കുന്ന ദൂതുകൾ, ദൈവസഭയ്ക്ക് കൊടുക്കുന്ന ദൂതുകളൊക്കെ കൈമാറ്റം ചെയ്യുവാൻ കർത്താവിന് ഈ നിലയിലുള്ള ദർശനങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. ഏറ്റവും അവസാനമായിട്ട് ദർശനത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻകൗണ്ടറുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ദാനിയേലിന് അതുണ്ടായിട്ടുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ രൂപാന്തരീകരണം സംഭവിച്ച പർവ്വതത്തിൻ്റെ മുകളിലായിരുന്ന സന്ദർഭത്തിൽ അതൊരു എൻകൗണ്ടർ ഇല്ലേ, അതൊരു ദർശനമാണ്. അവരവിടെ ഓപ്പൺ ഐസിൽ കാണുന്നത് ഒരു ദർശനമാകുന്നു. കർത്താവാകുന്ന യേശുവിൻ്റെ അരികിൽ ഏലിയാവും മോശയും വന്ന് സംസാരിക്കുകയാണ്. ആ ദർശനം കാണുമ്പോൾ അത് പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഒരു കൂട്ടിമുട്ടലായി തീരുകയാണ്, ഒരു എൻകൗണ്ടറായി തീരുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ ശൗല് ദമസ്കോസിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണല്ലോ തൻ്റെ മേൽ ഒരു വലിയ വെളിച്ചം വന്നു വീണത്. ആ വെളിച്ചം വീണ സന്ദർഭത്തിൽ അതൊരു കൂട്ടിമുട്ടലായി തീർന്നു, ഒരു എൻകൗണ്ടറായി തീർന്നു, യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറായി തീർന്നു. നിങ്ങൾക്ക് ദർശനത്തിൽ എൻകൗണ്ടറുകൾ ഉണ്ടാകുവാൻ കഴിയും. എൻകൗണ്ടറുകളെ, കൂട്ടിമുട്ടലുകളെ, സ്വർഗീയമാകുന്ന കാര്യങ്ങളുമായിട്ടുള്ള കൂട്ടിമുട്ടലുകളെ സ്വീകരിക്കുവാൻ കഴിയും. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഒരു പ്രൊഫറ്റിക് പ്രതലത്തിലേക്ക്, ഒരു പ്രവാചക പ്രതലത്തിലേക്ക് കർത്താവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഷിഫ്റ്റ് സംഭവിക്കട്ടെ, ഒരു ലിഫ്റ്റ് സംഭവിക്കട്ടെ. അത്യത്ഭുതകരമാകുന്ന ഒരു പരിശുദ്ധാത്മ ചലനമാണ് ആഗോള വ്യാപകമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ സഭാചരിത്രം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 300 വർഷങ്ങൾ കഴിയുന്നതോടുകൂടെ ഇരുണ്ട യുഗം ആരംഭിക്കുകയാണ്. AD 400 മുതൽ 1400 വരെയും ഇരുണ്ട യുഗമായിരുന്നു. ഇരുണ്ട യുഗം കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് ഈ കൃപാവരങ്ങളൊന്നും സജീവമായിരുന്നില്ല. പരിശുദ്ധാത്മ പ്രവൃത്തികളെക്കുറിച്ചുള്ള ചരിത്രരേഖകളൊന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. 1500-ലാണ് റിഫോർമേഷൻ ഉണ്ടാകുന്നത്. അവിടെയാണ് പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. മാർട്ടിൻ ലൂതറിനെ ദൈവം ഉപയോഗിക്കുന്നതോടുകൂടെ കാര്യങ്ങൾ മാറുകയാണ്. 1600-കളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും
അവിടെ പ്യൂരിറ്റൻസിൻ്റെ റിവൈവൽ ഉണ്ടാകുന്നു. ജലസ്നാനത്തെക്കുറിച്ച്, വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അന്നുള്ള ദൈവദാസന്മാർക്ക് ലഭിക്കുകയാണ്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ 1700-കളാകുമ്പോഴേക്കും ഹോളിനെസ് മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. 1800-കളാകുമ്പോഴേക്കും രോഗശാന്തിയെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവദാസന്മാർക്ക് ലഭിക്കുകയാണ്. കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. 1900-ലെത്തി ചേരുന്ന സന്ദർഭത്തിൽ അസൂസ സ്ട്രീറ്റ് റിവൈവൽ ഉണ്ടാകുന്നു. പെന്റക്കോസ്റ്റൽ റിവൈവൽ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതിനുശേഷമായിട്ട് വലിയൊരു ഹീലിംഗ് വേവ് തന്നെ ഉണ്ടായി. കൃപാവരങ്ങളുടെ ജ്വലനമുണ്ടായി. ആ ജ്വലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു ഹീലിംഗ് വേവ് ആയിരുന്നു. ആ ഹീലിംഗ് വേവ് മുന്നോട്ട് പോകുന്നു. എന്നാൽ 1980-കളിൽ എത്തിയതോടുകൂടെ വീണ്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ഒരു വലിയ പ്രൊഫറ്റിക് ചലനം സംഭവിച്ചു കൊണ്ടിരിക്കുവാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടം അവിടെ തുറന്നു വരികയാണ്. ഒരു പ്രൊഫറ്റിക് മൂവ് ആരംഭിക്കുകയാണ്. 1980-കൾ മുതൽ ആരംഭിച്ചിരിക്കുന്ന പ്രൊഫറ്റിക് മൂവ് ഇപ്പോൾ ആഗോള വ്യാപകമായിട്ട് ഏറ്റവും വലിയ ചലനമായി മാറിയിരിക്കുകയാണ്. പ്രവാചക പ്രതലത്തിലുള്ള ചലനം ഇന്ന് ക്രൈസ്തവ മേഖലയിലെ അനേകരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ചലനമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ. നിങ്ങൾക്കും ആ പ്രതലത്തിലേക്ക് കയറുവാൻ കഴിയും. ആ പ്രതലത്തിലേക്ക് നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് ഉയർച്ച നൽകി തരികയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമയത്ത് തന്നെ അത് സംഭവിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ആത്മീക ശുശ്രൂഷയുടെ കരുത്തു വർദ്ധിപ്പിക്കുവാനും ഉയർച്ച നേടുവാൻ വേണ്ടിയുമുള്ള ഒരു പകർച്ചയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരിതുവരെ കയറിയിട്ടില്ലാത്തൊരു പുതിയ തലത്തിലേക്ക് കയറിപ്പോകുവാൻ തക്കവണ്ണം ഇപ്പോൾ തന്നെ ഒരു പ്രൊഫറ്റിക് പ്രതലത്തിൻ്റെ പകർച്ച ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ദർശനങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ദർശനങ്ങളുടെ പോർട്ടലുകൾ തുറക്കപ്പെടട്ടെ. ഗോഡ്ലി വിഷൻസിൻ്റെ പോർട്ടലുകൾ അവരുടെ ജീവിതത്തിൽ തുറക്കപ്പെടുകയും അത് നിലനിൽക്കുകയും ചെയ്യട്ടെ. ദർശനങ്ങൾ കണ്ടു ദൂതുകൾ പറയുന്ന അഭിഷക്തരാക്കി ഈ പ്രിയപ്പെട്ടവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും ഒരുപോലെ ആമേൻ അങ്ങ് ഇപ്പോൾ തൊട്ട് ഒരു പ്രവചനാത്മാവിൻ്റെ പ്രതലത്തിലെത്തിച്ച് ശക്തമായി തലമുറയിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശബ്ദം കേൾക്കുന്നവരിൽ കർത്താവേ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ശരീരത്തിൽ സ്കിന്നിൽ വന്നിരിക്കുന്ന ആ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ അനാവശ്യ ഗ്രോത്തുകളും യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമാകുന്ന തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണമേ. ബിസിനസ് തകർന്നവരെ കർത്താവ് രക്ഷിക്കണമേ. പുതുവഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. മാത്രമല്ല ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം അർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.